അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രസാദം എന്ന പേരിൽ മധുര പലഹാരങ്ങൾ വിൽപ്പന നടത്തിയതിന് ആമസോണിനെതിരെ നടപടി. കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം നോട്ടീസ് അയച്ചു. അടിയന്തരമായി വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആർ രാധാകൃഷ്ണൻ അയോധ്യയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, എന്താണ് ആമസോണിനെതിരായിട്ടുള്ള കേന്ദ്രത്തിന്റെ നീക്കത്തിന്റെ വിശദാംശങ്ങൾ? വേണു, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ അയോധ്യയുടെ പേരിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ നടത്താനായിട്ടുള്ള ശ്രമങ്ങൾ വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നടക്കുകയാണ്. അതിൽ ചിലതിൽ ഈ അയോധ്യയിലേക്ക് ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരസ്യങ്ങൾ അടക്കം വരികയൊക്കെ ഉണ്ടായി. അയോധ്യയിലെ സന്ദർശനം അടക്കം വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ചില തട്ടിപ്പ് പ്രവൃത്തികളും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. അതിന് സമാന്തരമായിട്ടാണ് ചില സംഘങ്ങൾ ആമസോണിൽ ഇവിടുത്തെ പ്രസാദം, അയോധ്യയിലെ പ്രസാദം എന്ന പേരിൽ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇതാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. ക്ഷേത്ര ട്രസ്റ്റ് സർക്കാരിനെ ഇക്കാര്യം അറിയിക്കുകയായിരുന്നു. അയോധ്യയുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾ, ആരിൽ നിന്നും ട്രസ്റ്റ് പണം പിരിക്കാനായിട്ട് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആമസോണിനെതിരെയുള്ള നടപടി. ആമസോൺ ഇത്തരത്തിൽ അയോധ്യയുടെ പ്രസാദം എന്ന പേരിൽ വിതരണം ചെയ്യുന്നത് അത് ഉചിതമല്ല, അത് തെറ്റാണ്, ഭക്തരുടെ വികാരങ്ങളെ അത് വ്രണപ്പെടുത്തുന്നതാണ്, അവരെ കബളിപ്പിക്കുന്നതാണ് എന്നതൊക്കെയാണ് ഈ നോട്ടീസിലെ ആരോപണം. 7 ദിവസങ്ങൾക്കകം ആമസോൺ മറുപടി നൽകണം. ഉചിതമായിട്ടുള്ള മറുപടി ആമസോൺ നൽകിയില്ലെങ്കിൽ ആമസോണിനെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും എന്നും കേന്ദ്ര ഉപഭോക്തൃ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ആമസോൺ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ നിലപാട് വിശദീകരിച്ചിട്ടില്ല. ഈ പ്രസാദം എന്ന പേരിൽ ഏത് സാഹചര്യത്തിലാണ് പരിശോധനകളില്ലാതെ ആമസോൺ വിൽപ്പനയ്ക്ക് അവസരമൊരുക്കിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് പരിശോധിക്കേണ്ടി വരും. ഇക്കാര്യങ്ങളിലടക്കം മറുപടി നൽകേണ്ടി വരും. ആ മറുപടി കേന്ദ്ര ഉപഭോക്തൃ മന്ത്രാലയം പരിശോധിക്കും. അതിനുശേഷം ഉചിതമായിട്ടുള്ള നടപടിയിലേക്ക് കടക്കും എന്നാണ് കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആർ രാധാകൃഷ്ണൻ അയോധ്യയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.